നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS ലാവൻ ഇന്ത്യ അഭയം നൽകിയിട്ടുണ്ടെന്നും 183 ക്രൂ അംഗങ്ങളെ നിലവിൽ കൊച്ചിയിലെ നാവിക കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ നടപടി അസാധാരണമായ ബാലൻസിംഗ് ആക്ട് ആണെന്ന് വിദഗ്ധർ. ഇറാനിയൻ കപ്പൽ കൊച്ചിയിലെത്തിയതോടെ ഇന്ത്യൻ നാവികസേന അതീവ ജാഗ്രത പുലർത്തുകയും അറബിക്കടലിലുടനീളം നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗാർഹിക പാചകവാതക വില കൂട്ടി. സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയത്. വില വർധന ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ വില 923 രൂപയായി. നേരത്തെ വില 863 രൂപയായിരുന്നു. വാണിജ്യ പാചകവാതകത്തിനും വില കൂടിയിട്ടുണ്ട്. 115 രൂപയുടെ വർധനയാണ് വാണിജ്യ LPGക്കുള്ളത്. പുതുക്കിയ നിരക്കുകൾ ശനിയാഴ്ച മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയുടെ ഊർജ്ജ വിതരണത്തെയും ഇന്ധന ലഭ്യതയെയും കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് ഈ വർധന. രാജ്യത്ത് ഊർജ്ജക്ഷാമമില്ലെന്നും വിതരണ തടസ്സങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ആശങ്കപ്പെടേണ്ടതില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. ആര്യ വൈദ്യ ഫാർമസി സ്ഥാപകൻ പരേതനായ PV രാമവാര്യരുടെ മകൾ കസ്തൂരി ജി കുട്ടിയെ നഞ്ചുണ്ടാപുരം റോഡിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 83 വയസ്സായിരുന്നു. കൈകാൽ ബന്ധിച്ച് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കവർച്ചയ്ക്കിടെ നടന്ന കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. നഞ്ചുണ്ടാപുരം റോഡിലെ പാഴ്സൺ അപ്പാർട്ട്മെന്റിലാണ് മകനൊപ്പം ഇവർ താമസിച്ചിരുന്നത്. സഹായത്തിന് നേപ്പാൾ സ്വദേശിയായ ഹോം നേഴ്സും ഉണ്ടായിരുന്നു. മകൻ ഡോക്ടർ രാംകുമാർ കുട്ടി വിദേശയാത്രയിലാണ്. വെള്ളിയാഴ്ച രാവിലെ TVH നഗറിൽ താമസിക്കുന്ന മകൾ ഫോണിൽ വിളിച്ചപ്പോൾ മറുപടി കിട്ടാത്തതിനാൽ അയൽവാസികളെ വിവരമറിയിച്ചു. CCTV പരിശോധിച്ചപ്പോൾ വെള്ളിയാഴ്ച രാത്രി 12:15 3 പേർ ഫ്ളാറ്റിൽ വന്നതായി കാണുന്നുണ്ട്. അരമണിക്കൂറിനകം ഇവർ തിരിച്ചു പോവുകയും ചെയ്തു. സഹായിയായ നേപ്പാൾ സ്വദേശിനി സുർജോറോക്കി അക്രമികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവരുടെ മൊബൈൽ ഫോൺ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. വീട്ടിലെ അലമാരകളെല്ലാം കുത്തിത്തുറന്ന നിലയിലാണ്. കസ്തൂരി ധരിച്ചിരുന്ന 2 പവൻ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റെന്തെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമായിട്ടില്ല. നേപ്പാൾ സ്വദേശിനിയെയും കാണാതായിട്ടുണ്ട്. നിരവധി താമസക്കാരുള്ള അപ്പാർട്ട്മെന്റിൽ 24 മണിക്കൂറും കാവലുണ്ട്. അന്വേഷണത്തിന് 6 അംഗ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC 2025 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. രാജസ്ഥാൻ സ്വദേശി അനുജ് അഗ്നിഹോത്രിക്കാണ് 1ാം റാങ്ക്. 2ാം റാങ്ക് രാജേശ്വരി സുവേയും നേടി. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി JS ശ്രീജ 57ാം റാങ്ക് നേടി മലയാളികളിൽ 1ാമതെത്തി. കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശി അജയ് R രാജ് 109ാം റാങ്കും നേടി. ജന്മനാ കാഴ്ചപരിധിയുള്ള അജയ് R രാജിന്റേത് തിളക്കമുള്ള നേട്ടമായി മാറി. മലയാളിയായ സിദ്ധാർത്ഥ് M ജോയ് 271ാം റാങ്കും നേടി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് സിദ്ധാർത്ഥ് 2ാം റാങ്ക് നേടിയിരുന്നു. ആകാംക്ഷ് ദുൽ, രാഘവ് ജുൻജുവാല, ഇഷാൻ ഭട്നാഗർ എന്നിവർ യഥാക്രമം 3, 4, 5 റാങ്കുകൾ നേടി. 100നും 200നും ഇടയിൽ 9 മലയാളികളുണ്ട്. ഡോക്ടർ ആതിര സുഗതൻ എന്ന കോഴിക്കോട് സ്വദേശിനിക്ക് 483ാം റാങ്ക്. റോഡ് അപകടത്തെ തുടർന്ന് ഓർമ്മശക്തി ഇല്ലാതായി അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷിയും നഷ്ടപ്പെട്ട വ്യക്തിയാണ് ആതിര. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ നേതൃസ്ഥാനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് ചിത്രശലഭം എന്ന സൗജന്യ സിവിൽ സർവീസ് പരിശീലന പദ്ധതിയിലൂടെയാണ് ആതിര IAS റാങ്ക് നേടിയത്. തൃശൂരിൽ പ്രമുഖ കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാറാണ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് ഷോൾ അണിയിച്ച് അനിൽകുമാറിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. IASകാരെ ചട്ടങ്ങൾ പാലിക്കാതെ തോന്നിയ പോലെ തെറിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് സർക്കാരിന് പ്രഹരവും IASകാരുടെ വിജയവുമായി. IAS അസോസിയേഷൻ പ്രസിഡന്റായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B അശോക് നയിച്ച നിയമയുദ്ധത്തിലാണ് സർക്കാരിന് തിരിച്ചടി. കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ നിയമിക്കാവൂ എന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. കേഡർ തസ്തികകളിൽ നിലവിൽ തുടരുന്ന IAS ഇല്ലാത്തവർ സ്ഥാനമൊഴിയണമെന്നും ഉത്തരവിൽ പറയുന്നു. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോൽപാദന കമ്മീഷണറുമായ ഡോക്ടർ അശോകിനെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചതും റദ്ദാക്കി. കൊച്ചി അങ്കമാലിയിൽ ബിരുദ വിദ്യാർത്ഥിയെ ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോയ കേസിൽ അറസ്റ്റിലായ ഡോക്ടർ സിറിയക് ജോർജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രാവിലെ 11 മണിയോടെ അങ്കമാലി കോടതിയിലാവും ഹാജരാക്കുക. ഡോക്ടറെ റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെടും. അപകട വിവരം മനസ്സിലാക്കിയിട്ടും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സിറിയക് ശ്രമിച്ചു എന്ന വാദമാകും പോലീസ് കോടതിയിൽ ഉയർത്തുക. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഡോക്ടർ സിറിയക് P ജോർജിനെ പിടികൂടാൻ സഹായമായത് ഹോം സ്റ്റേ ഉടമയുടെ ജാഗ്രത. വാഗമണ്ണിലെ കണ്ണംകുളം മാസ്കോ ഫാക്ടറിക്ക് സമീപമുള്ള ഹോം സ്റ്റേയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ഇയാൾ.
ബുധനാഴ്ച രാത്രി ഹോം സ്റ്റേയിൽ എത്തിയിട്ടും ഇയാൾ പുറത്തേക്കധികം ഇറങ്ങിയില്ല. വന്നപ്പോൾ മുതൽ മാസ്ക് ധരിച്ചിരുന്നു. രാത്രിയിൽ മുറിയിൽ ലൈറ്റും ഇട്ടില്ല. ഇതോടെ ഇയാൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് വന്നതാകുമെന്ന് ഹോം സ്റ്റേ ഉടമ ഭയന്നു. ഇതിനിടെ ഇയാളുടെ ബന്ധുവിന് വാഗമണ്ണിൽ റിസോർട്ടുണ്ടെന്നും അറിഞ്ഞു. ഈ റിസോർട്ടിന്റെ പേര് സാമൂഹ്യ മാധ്യമങ്ങളിൽ തിരഞ്ഞപ്പോൾ സിറിയക്കിന്റെ ചിത്രം കണ്ടു. ആ ചിത്രത്തിന് ഹോം സ്റ്റേയിൽ താമസിക്കുന്ന വ്യക്തിയുമായി രൂപസാമ്യം തോന്നിയതോടെ ഉടമ വാഗമൺ CIയെ വിവരം അറിയിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാലക്കാട് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ CPM ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുന്നില്ലെന്ന പരാതിയാണ് പ്രധാനമായും ഉയരുന്നത്. 10 വർഷം മുമ്പ് യുവാക്കളായിരുന്നവർ തന്നെ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നിലവിലെ യുവതലമുറയ്ക്ക് എന്നായിരിക്കും പാർട്ടി അവസരം നൽകുകയെന്നും കമ്മിറ്റിയിൽ ചോദ്യങ്ങൾ ഉയർന്നു. സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കും. ശമ്പളം പുതുക്കിയുള്ള കരട് വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. മുഴുവൻ ജീവനക്കാർക്കും പരിഷ്കരണം ബാധകമാകും. നഴ്സുമാർക്ക് 25,450 മുതൽ 28,000 വരെയാകും അടിസ്ഥാന ശമ്പളം. 23,650 രൂപയായിരിക്കും മറ്റു ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം. അറ്റൻഡർ, ഹെൽപ്പർ, സെക്യൂരിറ്റി, സ്വീപ്പർ, സ്റ്റോർ കീപ്പർ തുടങ്ങിയവരുടെ ശമ്പളവും കൂടും. രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ VJ ഷാജിയുടെ BJP സന്ദർശനം. കണ്ണൂരിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത അദാലത്തിലാണ് പരാതിക്കാരനായ ഷാജി എത്തിയത്. സണ്ണി ജോസഫിന്റെ ഇളയ സഹോദരനും ഉളിക്കൽ സ്വദേശിയുമായ ഷാജി BJPയിൽ ചേരുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്നും സൂചിപ്പിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി കൊങ്ങോട് MLA K ശാന്തകുമാരിയിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. പഹൽഗാം ഭീകരാക്രമണത്തിന് ധനസഹായം നൽകിയത് ശാന്തകുമാരിയുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തി തട്ടിപ്പിന് ശ്രമിച്ചത്. തുടർന്ന് K ശാന്തകുമാരി MLA പോലീസിൽ പരാതി നൽകി. വെള്ളിയാഴ്ച രാവിലെയാണ് ATSൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ വന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള ഒരു പ്രതി ഈ ഫോൺ നമ്പർ ഉപയോഗിച്ചെന്ന് തട്ടിപ്പുകാർ പറഞ്ഞു. തിരുവനന്തപുരത്തുള്ള സൈബർ സെൽ ബന്ധപ്പെടുമെന്നും പ്രശ്നം ഗുരുതരമാണെന്നും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയല്ലേ എന്നും സംഘം പറഞ്ഞു. തുടർന്ന് വിളിച്ചപ്പോൾ താൻ ഫോൺ എടുത്തില്ലെന്നും K ശാന്തകുമാരി പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തെ എല്ലാ വാർത്താ ചാനലുകളുടെയും റേറ്റിംഗ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം 4 ആഴ്ചത്തേക്ക് റദ്ദാക്കി. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചാനലുകൾ അനാവശ്യമായി പരിഭ്രാന്തിയും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്നുവെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. ഇതിനായി 4 ആഴ്ചത്തേക്ക് ചാനലുകളുടെ റേറ്റിംഗ് നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിന് ബാർക്ക് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകി. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് ഗൾഫ് മേഖലയെ ബന്ധിപ്പിച്ച് ശനിയാഴ്ച 58 സർവീസുകൾ നടത്തും. സൗദി, ഒമാൻ വ്യോമപാത തുടർന്നതിനാൽ ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കും എയർ ഇന്ത്യ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം ഷെഡ്യൂൾഡ് സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. 24 ഷെഡ്യൂൾഡ് സർവീസുകളാണ് ഇന്നുണ്ടാവുക. ഇതിനു പുറമെ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാനായി ഇന്ന് 34 നോൺ ഷെഡ്യൂൾഡ് സർവീസുകളും ഉണ്ടാകും. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് മസ്കറ്റിലേക്കും തിരിച്ചുമുള്ള ഷെഡ്യൂൾഡ് സർവീസ് ഇന്നുണ്ടായിരിക്കും. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് 2 ഫ്ലൈറ്റുകൾ ഉണ്ടാകും. ഇതിനു പുറമെ കോഴിക്കോട്, ജിദ്ദ, കോഴിക്കോട് ഷെഡ്യൂൾഡ് സർവീസും നടത്തും. നോൺ ഷെഡ്യൂൾഡ് വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള കൊച്ചി, റാസൽ ഖൈമ, കൊച്ചി റൂട്ടാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന 12 വിമാനങ്ങളും തിരുവനന്തപുരത്തേക്കുള്ള 9 വിമാനങ്ങളും റദ്ദാക്കി. ബുധനാഴ്ച ഹോളി ആഘോഷത്തിനിടെ JJ കോളനിയിൽ ഒരു വീട്ടിന്റെ ടെറസിൽ നിന്ന് ഹോളി കളിക്കുകയായിരുന്ന 11 വയസ്സുള്ള ഒരു പെൺകുട്ടി താഴെയുള്ള ബന്ധുക്കൾക്ക് നേരെ വാട്ടർ ബലൂൺ എറിഞ്ഞു. ബലൂണിൽ നിന്നുള്ള നിറമുള്ള വെള്ളം വ്യത്യസ്ത സമുദായത്തിലുള്ള ഒരു സ്ത്രീയുടെ മേൽ തെറിച്ചു. കുട്ടി മാപ്പ് പറഞ്ഞെങ്കിലും സ്ത്രീ തന്റെ കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും വിളിച്ചുകൂട്ടി ആക്രമിച്ചു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ വീട്ടിലേക്ക് മടങ്ങുന്ന ഉത്തം നഗറിലെ 26-കാരനായ തരുൺ കൊല്ലപ്പെട്ടു. ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് അംഗങ്ങൾ വെള്ളിയാഴ്ച പ്രദേശത്ത് വൻ പ്രതിഷേധം നടത്തി. രോഷാകുലരായ പ്രതിഷേധക്കാർ ഒരു കാറും ഒരു മോട്ടോർ സൈക്കിളും കത്തിച്ചു. തരുണിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് അംഗങ്ങൾ ഉത്തം നഗർ ഈസ്റ്റ് മെട്രോ സ്റ്റേഷന് കീഴിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതായും പോലീസ് വ്യക്തമാക്കി. തെലങ്കാനയിലെ ഭൂപാൽപള്ളി ജില്ലയിലെ നദിയിൽ നിന്നും 900 വർഷത്തോളം പഴക്കമുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹം കണ്ടെത്തി. ഏകദേശം 5 അടി ഉയരമുള്ള ഈ പ്രതിമ കാകതീയ കാലഘട്ടത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. മഹാമുത്തരം മണ്ഡലത്തിലെ മദാരം ഗ്രാമത്തിനടുത്ത് ഒഴുകുന്ന പെഡവാഗു എന്ന നദിയിൽ നിന്നാണ് പ്രതിമ കണ്ടെടുത്തത്. 3 വർഷം മുമ്പ് ജലനിരപ്പ് കുറഞ്ഞപ്പോൾ വിഗ്രഹത്തിന്റെ തലഭാഗം മണലിൽ പുതഞ്ഞ നിലയിൽ കാണാമായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അടുത്തിടെ ജലനിരപ്പ് വീണ്ടും കുറഞ്ഞപ്പോൾ വിഗ്രഹം വീണ്ടും ദൃശ്യമായി. ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഹൈദരാബാദിൽ നിന്നുള്ള യുവാവ്
വിഗ്രഹം കാണാനായി എത്തിയിരുന്നു. ഇയാളാണ് സമീപത്തെ താമസക്കാരുടെ സഹായത്തോടെ വിഗ്രഹം പുറത്തെത്തിച്ചത്. ഇന്ത്യക്കും മേഖലയ്ക്കും ഇടയിലുള്ള വ്യോമ ഗതാഗതത്തെ ബാധിക്കുന്ന പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് യാത്രക്കാരുടെ സുരക്ഷയും വിമാന പ്രവർത്തനങ്ങളുടെ ചിട്ടയായ നടത്തിപ്പും ഉറപ്പാക്കാൻ വിമാന കമ്പനികൾ ആവശ്യമായ പ്രവർത്തന ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. മാർച്ച് 5 യാത്രക്കാരുടെ എണ്ണം സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വിമാന കമ്പനികൾ നടത്തിയ 40 വിമാന സർവീസുകൾ പശ്ചിമേഷ്യ മേഖലയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയതായും 7205 യാത്രക്കാരെ വഹിച്ചുവെന്നും പറയുന്നു. ഇതോടെ മേഖലയിൽ നിന്നുള്ള യാത്രക്കാരുടെ ആകെ എണ്ണം 14,992 ആയി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചതിന് പാക് അധിനിവേശ കാശ്മീരിൽ ബാൾട്ടി സമുദായത്തിലെ 38 ഷിയ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതായി റിപ്പോർട്ട്. ഫെബ്രുവരി 26 വൈകുന്നേരം മുതൽ മാർച്ച് 5 വരെ പാകിസ്ഥാനുമായുള്ള അതിർത്തി കടന്നുള്ള സായുധ ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട പരോക്ഷ വെടിവെപ്പും വ്യോമാക്രമണവും മൂലം അഫ്ഗാനിസ്ഥാനിൽ 185 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭയുടെ സംഘടന സ്ഥിരീകരിച്ചു. റിപ്പോർട്ട് അനുസരിച്ച് ഇരകളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതോടെ ഇസ്രായേൽ US താവളങ്ങൾ എന്നിവിടങ്ങളിൽ ഇറാൻ പുതിയ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. അവയിൽ പലതും ഇസ്രായേൽ പ്രതിരോധം തകർത്തു. ലെബനനിലെ ഹിസ്ബുള്ളയുടെ സ്ഥാപനങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. അവിടെ കുറഞ്ഞത് 8 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ആഗോള വിതരണ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന ഭയം കാരണം അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ നിരുപാധിക കീഴടങ്ങൽ മാത്രമേ സഹായിക്കൂ എന്ന് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.